നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൂരദർശനിലേക്ക് സ്വാഗതം. നാനാത്വത്തിൽ ഏകത്വം വിശേഷണമായ ഇന്ത്യയെ നാട്ടുരാജാക്കന്മാരിൽ നിന്നും മോചിപ്പിച്ച് വിവിധ സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ച് ഒരൊറ്റ രാഷ്ട്രമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം രാഷ്ട്രം രാഷ്ട്രീയ ഏകതാ ദിനമായാണ് ആചരിക്കുന്നത്. വല്ലഭായ് പട്ടേൽ രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയ ചർച്ചയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സുരേഷ്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പങ്കാളിത്തം അല്ലെങ്കിൽ രാജ്യത്തെ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ കാലമായി ഭാരതത്തിനെ കീഴടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ, പല രൂപത്തിൽ വന്ന വിദേശത്ത് നിന്നുള്ള ആളുകൾ തന്നെ അവസാന കണ്ണിയായിട്ട് വേണം നമ്മൾ ബ്രിട്ടീഷുകാരെ കാണാൻ. അവർ പോകുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നത്, അന്നത്തെ ബ്രിട്ടീഷ് നേതാക്കന്മാരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്, അവർ പോകുന്നതോടുകൂടി ഭാരതം ഛിന്ന ഭിന്നമാവും, ഇവിടെ ആഭ്യന്തര കലാപം കൊണ്ട് ഭാരതത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതുകൂടാതെ മറ്റൊരു സ്ഥലത്ത് ബ്രിട്ടനിലെ നേതാക്കന്മാർ ആശ്ചര്യപ്പെടുന്നുണ്ട്, ഇത്രയധികം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ യുദ്ധം ചെയ്യാതെ ഇവർക്ക് എങ്ങനെയാണ് സാധ്യമായത് എന്നവർ പിന്നീട് ചിന്തിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലും ഭാരതത്തിനെ ഇത്രയും കാലം കീഴടക്കി ഭരിച്ചിരുന്ന ആളുകളുടെ പ്രതീക്ഷകളെ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ കരുത്ത് സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഭാരതം തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ചരിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ സങ്കല്പത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളായിരുന്നു എങ്കിൽ പോലും ഭാരതം എന്ന ആ ഒരു യാഥാർത്ഥ്യം മുന്നിലേക്ക് വന്ന സമയത്ത് വെറും 3 നാട്ടുരാജ്യങ്ങളെ കുറിച്ച് മാത്രമാണ് പിന്നീട് കാര്യമായിട്ടുള്ള ചർച്ചയും തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെല്ലാവരും തന്നെ ഈ പട്ടേലിന്റെ നേതൃത്വത്തെ, അതും അഹിംസയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഭാരതത്തിനോട് സഖ്യം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭാഗമാവുകയോ ചെയ്യുക എന്നുള്ള ആ ചരിത്ര നേട്ടം കൈവരിച്ചത് സർദാർ പട്ടേലാണ്. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനും ഇത്രയും വ്യക്തമായി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഇത്രയും വൈകി എന്നുള്ളത് ഭാരതം അദ്ദേഹത്തിനോട് ചെയ്ത ഒരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ ഒരുപാട് ചരിത്രത്തിൽ നമുക്ക് ഇനിയും സൂചിപ്പിക്കേണ്ട നേതാക്കന്മാരെ സൂചിപ്പിക്കപ്പെടുന്നില്ല എന്ന ഒരു വ്യാഖ്യാനവും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ചർച്ചയായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? മഹാഭാരതത്തിൽ ഒരു സ്ഥലത്ത് വിതുരർ പറയുന്നുണ്ട്, രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യന്റെ പ്രജ്ഞയിലാണ് എന്ന്. മനുഷ്യന്റെ അവബോധ തലത്തിലാണ് ഈ രാഷ്ട്രം നിലനിൽക്കുന്നത്. ഭാരതം എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളതും അങ്ങനെയാണ്. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിന് ഒരു ഏകരൂപത്തിലുള്ള ഭരണഘടനയോ ഏകരൂപത്തിലുള്ള ഭാഷയോ ഇത്തരം കാര്യങ്ങളും ചിലപ്പോൾ പലപ്പോഴും കണ്ടുവന്നു വരില്ല. പക്ഷേ ഭാരതമായി നിലനിൽക്കുന്നത് ഭാരതീയ മനസ്സിൽ, മനുഷ്യന്റെ മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എപ്പോഴൊക്കെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് കുറച്ച് വീക്കാവുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ പലതരത്തിലുള്ള ആചാര്യന്മാരുടെ രൂപത്തിൽ, നേതാക്കന്മാരുടെ രൂപത്തിൽ, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ രൂപത്തിൽ പല സമയത്തും ആളുകൾ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. നേരത്തെ ഗോപകുമാർ സാറും പറഞ്ഞതുപോലെയാണ്, ആ ചരിത്രമൊന്നും നമ്മൾ നിർഭാഗ്യവശാൽ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നില്ല. ജയിച്ചവന്റെ ചരിത്രം എന്ന് മാത്രമല്ല, ചരിത്രം എഴുതുന്ന ആൾ നടന്നുപോയ വഴിയിൽ കണ്ടത് മാത്രമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. മറ്റു ധാരാളം മേഖലകളിൽ, ധാരാളം കാലഘട്ടത്തിൽ, 5000-ലപ്പുറം വർഷത്തിനു മുമ്പ് സിന്ധു നദിയുടെ സംസ്കാരം ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാവുന്നതിന് ഏതാണ്ട് 1900-ന് ശേഷം 1920-ഓടുകൂടിയൊക്കെയാണ് കൂടുതൽ പഠനങ്ങളും ചർച്ചകളൊക്കെ നടക്കുക. ഏതാണ്ട് 5000 വർഷത്തിന് ശേഷമാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിലേക്ക് ഇനിയും ആഴ്ന്ന് പഠിക്കാൻ തയ്യാറായാൽ നമ്മുടെ സമൂഹത്തിന് ഭാരതത്തിനോടുള്ള ഒരു ഭക്തിയോ പ്രേമോ എല്ലാം കൂടാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഗണത്തിൽ, ആചാര്യന്മാരുടെ ഗണത്തിൽ, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഗണത്തിലൊക്കെ പെടുത്താവുന്ന വളരെ മഹാനായ ഭാരതത്തിന്റെ പുത്രനാണ് പട്ടേൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കറിയാം, ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയൊക്കെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ എവിടെയൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ പോലുള്ള നമ്മുടെ ചരിത്രത്തിലെ നേതാക്കന്മാരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ചരിത്രം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എത്രമാത്രം നമ്മുടെ ഈ വിദ്യാഭ്യാസ നയത്തിൽ പോലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്? സമഗ്രമായ ഒരു വിദ്യാഭ്യാസ നയപരിഷ്കരണം എത്രയോ കാലമായിട്ട് ഡ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിലൂടെ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഗുണപരമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുമ്പോഴും ഒരു ഭാരതീയമായ വിദ്യാഭ്യാസ പദ്ധതി വിദ്യാസമ്പന്നരായ ആളുകൾക്ക്
ഭാരതത്തിന് വേണ്ടി ചിന്തിക്കാനും ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അതിലൂടെ ലോകത്തെ സേവിക്കാനും കഴിയുന്ന രീതിയിൽ അവരെ പ്രേരിപ്പിക്കാനും കഴിയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ നമ്മൾ ഇതുവരെയ്ക്കും വിജയിച്ചിരുന്നില്ല. പുതിയ പദ്ധതി വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. ആധ്യാത്മികത മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭാരതത്തിനെ നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. ഈ ആധ്യാത്മികതയുടെ ആവിഷ്കാരമാണ് നമ്മൾ ധർമ്മം എന്നൊരു വാക്കിലൂടെ പറയാം. ധർമ്മ പ്രാണദേശം എന്നൊക്കെ ഭാരതത്തിന് പര്യായമുണ്ടായിരുന്നു. ഈ ആധ്യാത്മികതയും ധർമ്മവും മതത്തിന്റെ ഭാഷയിൽ ചിന്തിച്ച ആളുകൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവരതിനെ മതവുമായിട്ട് വളരെ പെട്ടെന്ന് ഇക്വേറ്റ് ചെയ്തു. ഏതോ രാജ്യത്ത് നിന്ന് മറ്റ് പല മത അനുഭവങ്ങളുമായിട്ട് വന്ന ആളുകൾക്ക് ഭാരതത്തിന്റെ സത്തയായ ആധ്യാത്മികതയെ, അതിന് എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോളൂ, ഇപ്പോഴത്തെ കാലത്ത് ഏത് പേരിട്ട് വിളിച്ചാലും ആ ആധ്യാത്മികത എന്ന സത്ത ലോകത്തിന്റെ മുഴുവൻ ജീവവായു ആവാൻ കരുത്തുള്ളതാണെന്ന് അവർ തിരിച്ചറിയാതെ പോയി. അതുകൊണ്ട് തന്നെ ആ ആധ്യാത്മികതയെയും അതിൻ്റെ അനുഷ്ഠാന രൂപമായ ധർമ്മത്തിനെയും ധർമ്മപ്രധാനമായ ജീവിതത്തെയും മറന്നുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഏതാണ്ട് മതം എന്ന് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് മതരഹിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ സെക്കുലർ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഈ മൂല്യങ്ങളെയൊക്കെ നമ്മൾ അതിൽ നിന്ന് എടുത്തു മാറ്റി. അപ്പോൾ ആധ്യാത്മികത എടുത്തു മാറ്റി, ധർമ്മത്തിനെ എടുത്തു മാറ്റി, ധർമ്മം നമ്മളോട് ആചരിക്കാൻ പറയുന്ന മൂല്യങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു. മറ്റൊന്ന്, പ്രജ്ഞയിലാണ് രാഷ്ട്രചിന്ത എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു പക്ഷേ ബ്രിട്ടീഷുകാർ അവർക്ക് അനുകൂലമായ, അവർക്ക് വേണ്ട തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന രീതിയിൽ അന്നത്തെ വിദ്യാഭ്യാസം ആവിഷ്കരിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ആ വിദ്യാഭ്യാസം നേടിയ ആളുകൾ തന്നെയാണ് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തതും. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ സമഗ്രമായൊരു മാറ്റത്തിന് വേണ്ടി ചിന്തിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ഭാരതത്തിന് തനതായ ചിന്ത, തനതായ വിദ്യാഭ്യാസം, അതിലൂടെ ഉണ്ടാവേണ്ട നേട്ടം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ശരിയാണ്. ഒറ്റ വാചകത്തിൽ ഉത്തരം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് താങ്കൾ. ഭാവി തലമുറ എങ്ങനെയാണ് പട്ടേലിനെ കാണേണ്ടത്? പട്ടേലിനെ തീർച്ചയായും ഭാരതത്തിന്റെ ആ ഗ്ലോറി തിരിച്ചു കൊണ്ടുവരാനായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഡയറക്ഷൻ കൊടുത്തൊരു ലീഡർ എന്നുള്ള അർഹിക്കുന്ന സ്ഥാനത്ത് തന്നെ പുതിയ തലമുറ കാണണം. പട്ടേലിനെ മാത്രമല്ല, അതുപോലെ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ച, ഭാരതത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ഒട്ടനവധി ആളുകൾ സൈഡ് ലൈനിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ചരിത്രം കൂടി പഠിച്ചാലേ ഭാരതത്തിനെ കുറിച്ചുള്ള പഠനം പൂർണ്ണമാവൂ എന്നവരറിയണം. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വ്യക്തമാണ് ശ്രീ CK സുരേഷ്.